ഒരിക്കൽ പോലും നാം കാണാത്ത കണ്ണാടിക്കലിലെ അർജുൻ എങ്ങനെ കേരളത്തിന്റെ തീരാ നോവായി? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ചതാണ്. എന്തൊക്കെയോ ചില വിഷമങ്ങളാൽ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഞാനത് അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയ ഒരു പ്രഭാതമാണ് ഇന്നത്തേത്. എന്താന്നൊക്കെ വഴിയെ പറയാട്ടോ. രാവിലെ തന്നെ ഞാൻ കിളികൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. ഇവിടെ എല്ലാ ദിവസവും രാവിലെ കിളികൾ വരും. അപ്പൊ അവർക്ക് ഫുഡ് എടുത്ത് വെക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചായ വെക്കണമെങ്കിൽ കേട്ടോ. ഞാൻ എന്താ ഇങ്ങനെ സാഹിത്യ ഭാഷയിൽ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ? അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഈ വാർത്തകൾ കേട്ട് കേട്ട് അതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ചിലപ്പോൾ ഇങ്ങനെ സാഹിത്യ ഭാഷകളൊക്കെ എനിക്ക് കയറി വരാറുണ്ട്. എനിക്ക് കുറച്ച് എൻ്റെതായ തോട്ട്സുകൾ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്നുണ്ട് കേട്ടോ. കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക. ഞാൻ ഈ ഒരു ദിവസം വീഡിയോ എടുത്ത ദിവസം അർജുൻ്റെ ബോഡി തിരിച്ച് കിട്ടിയെന്ന് ഉള്ള ന്യൂസ് കേട്ടിട്ടാണ് കേട്ടോ ആ ഒരു ദിവസം ഉണർന്നെണീറ്റത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അർജുൻ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടാവും, എന്തെങ്കിലും തിരിച്ചു വരും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ. എനിക്കറിയില്ല ഞാൻ എന്തിനാ അങ്ങനെ ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നേന്നുള്ളത്. പക്ഷെ ആ പ്രതീക്ഷ അവസാനിച്ചു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. ഭയങ്കര വിഷമമായി. എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം. ഇതെൻ്റെ ഉള്ളിൽ മാത്രമല്ല അർജുൻ ഒരു തീരാ നോവായത്. കേരളത്തിലെ അമ്മമാർ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെയും ഉള്ളിലൊരു തീരാ നോവായിട്ടുണ്ട്. എന്തോ ഒരു മരണമാണല്ലേ, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത്. അതും എന്താ സംഭവിച്ചതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആലോചിക്കും തോറും എനിക്കറിയില്ല ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇത് എൻ്റെ മാത്രം പ്രശ്നമാണോ? മരിച്ചതിന് ശേഷമാണ് അർജുൻ ലോകം മുഴുവൻ അറിയപ്പെട്ടതല്ലേ. എന്തെങ്കിലും ഒരു പ്രത്യേകത അർജുനുണ്ടായിരിക്കും. എന്തോ ഒരു അട്രാക്റ്റീവ് പവർ അല്ലേ? നിങ്ങൾക്ക് തോന്നിയോ അത്? ജീവിച്ചിരിക്കുമ്പോൾ അവൻ ചെയ്ത നന്മയുടെ ഫലമായിരിക്കാം ഒരുപക്ഷെ മരിച്ചതിന് ശേഷം ഇത്രയധികം ഒരു സ്വീകാര്യത അർജുന് നമ്മുടെ ഏവരുടെയും മനസ്സിൽ ഉണ്ടായത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമൻ്റ് ഇട്ടോളൂട്ടാ. എന്തുമാത്രം ജനങ്ങളാണല്ലേ അർജുൻ്റെ ബോഡി തിരിച്ചു കിട്ടാൻ വേണ്ടി ഈ ഒരു ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. രാഷ്ട്രീയക്കാരാവട്ടെ, നാട്ടുകാരാവട്ടെ, ഈശ്വർ മാൽപേ, മനാഫ് തുടങ്ങിയ എത്രയേറെ പേര്. ഇവിടെ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ത്യാഗം എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വെറും ഒരു തൊഴിലാളിയായിട്ടല്ലല്ലോ അർജുനെ കണ്ടത്. മുതലാളിമാർക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം, കാരണം ഇതൊരു പ്രകൃതി ദുരന്തമാണല്ലോ, ആരുമായിട്ട് ഉണ്ടാക്കിയതല്ല, അത് തനിയെ വന്ന് ഭവിച്ച ഒരു കാര്യമാണ്. പക്ഷേ അയാളുടെ ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് അയാൾ ഇന്ന് ഏറെ പ്രശംസിക്കപ്പെടുന്നുണ്ട്. അതിന് കാരണം അയാൾ ഒരു മനുഷ്യനോട് കാണിച്ച മനുഷ്യത്വത്തിൻ്റെ ഫലമായിട്ടാണ്. ഇത്രയേറെ മനുഷ്യത്വമുള്ള ആൾക്കാർ നമുക്ക് ചുറ്റിലും വളരെ കുറവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു കേട്ടോ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുടുംബം മറന്നു, കുട്ടിയെ മറന്നു, എൻ്റെ കച്ചവടം പോയി, ഇതൊക്കെ മറന്നിട്ടാണ് അദ്ദേഹം വെയിലും മഴയും വിശപ്പും ദാഹവും ഒക്കെ മറന്നിട്ടാണ് അദ്ദേഹം ഷിരൂരിൽ താമസിച്ചത്. അതും ഇത്ര ദിവസം കേട്ടോ. അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നില്ലേ. ഇത്ര ദിവസവും അദ്ദേഹം ഷിരൂരിൽ ഒരു വീട് റെൻറ്റിന് എടുത്തിട്ടാണ് താമസിച്ചിരുന്നത്. അപ്പോൾ നോക്കി എത്രമാത്രം സുഹൃത്തിനോടുള്ള ആത്മാർത്ഥതയുണ്ട്. അതിനൊക്കെ പുറമെ അർജുൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തൊരു വാക്ക്, ഞാൻ അവനെ കൊണ്ടേ തിരിച്ചു വരുമോ എന്നുള്ളൊരു വാക്ക്. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രമാത്രം ത്യാഗം സഹിച്ച് അവിടെ നിന്നിട്ടുണ്ടായത്. ലോറിയിൽ അർജുൻ്റെ ഭൗതിക ശരീരം കണ്ടപ്പോൾ മനാഫ് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, അവനവിടെ ഉണ്ട്, വണ്ടിയിലുള്ളിലുണ്ട് എന്നുള്ളത്. ആ വാർത്ത ചാനലിലൂടെ നമ്മൾ കാണുമ്പോൾ കണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ചങ്ക് തകർന്നു പോവാണ്. അതിൽ വാർത്താ മാധ്യമങ്ങളോട് മനാഫ് പ്രതികരിക്കുന്നുണ്ട്, അർജുൻ്റെ അച്ഛൻ ഇത് കേൾക്കുകയാണെങ്കിൽ അവനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു, ഇങ്ങനെയെങ്കിലും അവനെ എനിക്ക് തിരിച്ചെത്തിക്കാൻ സാധിച്ചു,
എന്ന് അത്രമാത്രം വേദനയോടെ ആ മനുഷ്യൻ പറയുന്നത്. അത് കേട്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ചങ്ക് തകർന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഒരു സില്ലി പേഴ്സണാട്ടോ. ഇങ്ങനെ ചുറ്റും നടത്താൻ കാര്യങ്ങളൊക്കെ എന്നെ വളരെയധികം സ്വാധീനിക്കും. അവരുടെ വിഷമങ്ങൾ അത് എൻ്റേതായി മാറും. പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് ഞാൻ ആകെ ഫ്രീസായി പോവും. അതിൽ നിന്നൊന്ന് തിരിച്ചു വരാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ സംസാരിക്കുമ്പോൾ പോലും ഞാൻ അതിൽ നിന്നൊന്നും തിരിച്ചു വന്നിട്ടില്ല. തിരിച്ചു വരണം, കാരണം ഇന്നും നമുക്ക് വിഷമങ്ങളിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഈ സമയം കടന്നു പോകുമെന്ന് ആരോ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒക്കെ ഒരു സമയം തിരിച്ചു വരും. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം കേട്ടോ. ഞാൻ ഇന്നലെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് രാവിലെ കഴിച്ചത്. അത് ചൂടാക്കിയപ്പോൾ ഇത്തിരി കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ഈ ചപ്പാത്തി ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. ഞാൻ സ്വന്തമായി കണ്ടെത്തിയിട്ടുള്ളൊരു ഡിഷാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇവിടെ സ്വീറ്റ് പൊട്ടാറ്റോ മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്വീറ്റ് പൊട്ടാറ്റോ ഞാൻ കുക്കറിലിട്ട് പുഴുങ്ങി. അപ്പോൾ അത് ആകെ വെന്തുടഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മൾ ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ പൊറോട്ടയാക്കി മാറ്റി. അതായത് ഗോതമ്പ് പൊടിയിൽ ആ വെന്തുടഞ്ഞ സ്വീറ്റ് പൊട്ടാറ്റോ കൂടിയും ചേർത്ത് കുഴച്ചെടുത്തിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. എന്തെങ്കിലും സാധനം വേസ്റ്റാക്കി കളയാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം കേട്ടോ. ഞാനത് എങ്ങനെയെങ്കിലും എല്ലാവർക്കും തിന്നാനായി ഏതെങ്കിലും മാർഗം കണ്ടെത്തിയിട്ട് തീറ്റിക്കും എല്ലാവരെയും. അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനിടയിൽ വേറെ കുറേ പണിയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ചോറ് വെന്തിട്ടുണ്ട്, അത് വാർത്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ വെച്ച ചിക്കൻ വറുത്തത് നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തിയും ചിക്കൻ വറുത്തതും കൊടുക്കുകയാണ്. കാരണം ഉപ്പുമാവ് ഇത്തിരി കരിഞ്ഞല്ലോ, അതുകൊണ്ട് ആളത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ തന്നെ കഴിക്കുക ചെയ്തത്. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പരിപ്പ് കുത്തിക്കാച്ച എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? പരിപ്പ് കുത്തിക്കാച്ചൽ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ ഒരു ഐറ്റമാണ് കേട്ടോ. പരിപ്പ് കുത്തിക്കാച്ചതും എന്തെങ്കിലും ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ഉണക്ക മാന്തളോ ഉണക്ക മുള്ളനോ അല്ലെങ്കിൽ ചിക്കൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ദിവസം കുശാലായി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇന്ന് നമുക്ക് പരിപ്പ് കുത്തിക്കാച്ചതും ഇന്നലെ വറുത്ത ചിക്കനും ആണ് ഉള്ളത്. നമ്മൾ വളരെ സാധാരണക്കാരായതുകൊണ്ട് ഇതൊക്കെ മതി. അതായത് പരിപ്പ് കറിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം ലാവിഷായി മുന്നോട്ട് പോകാം. ഞാൻ ഇതിന് മുൻപും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു മിനിമലിസ്റ്റിക് ലൈഫ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ മോൻ എന്നോട് വന്നിട്ട് ചിക്കൻ ചോദിക്കുകയാണെങ്കിൽ അവന് ചിക്കൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ ചിക്കൻ വാങ്ങും. മീൻ വീക്കിലി വൺസ് മീൻ മേടിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ പുറത്ത് പോവാറില്ല. വീക്കെൻഡ് ആകുമ്പോൾ ഇപ്പോൾ പുറത്ത് പോവാറില്ല. ബാക്ക്ഗ്രൗണ്ടിൽ വാർത്ത ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്തോറും മനസ്സിൽ വിഷമവും ടെൻഷനും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിലിരിക്കുന്നത്. ഇതിനിടയിൽ ഏട്ടൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ആൾ പോവാൻ റെഡിയാവാണ്. അപ്പോൾ ഞാൻ വേഗം ലഞ്ച് പാക്ക് ചെയ്യാൻ പോവാണേ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കൽ ഇനിയും ബാക്കിയാണ്. ഈ മനസ്സ് ശരിയല്ലാണ്ടാവുമ്പോൾ നമുക്ക് ഒരു പണിയും ചെയ്യാനും ഒരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് കിച്ചണൊക്കെ ആകെ അലങ്കോലമാണ്. പിന്നെ എപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആക്കിയൊന്നും വെക്കില്ലല്ലോ. ചിലപ്പോൾ ഇങ്ങനെയാണല്ലോ നമ്മുടെ അടുക്കള. അപ്പോൾ ഞാൻ എൻ്റെ ശരിക്കും എങ്ങനെയാണോ എൻ്റെ ലൈഫ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടിയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഇവിടെയും വരെയും കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരായിരിക്കണം. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
അപ്പോൾ ഏട്ടന് ലഞ്ച് പാക്ക് ചെയ്യുമ്പോൾ അതിൽ ഞാൻ കുറച്ച് ചിക്കൻ വറുത്തതും കൂടി വെക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ പരിപ്പ് കറിയും ഉണ്ട് കേട്ടോ. പരിപ്പ് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പ് ചീര, പരിപ്പ് തക്കാളി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഏട്ടന് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് കൊടുത്തേക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് വേറെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. എനിക്ക് പരിപ്പ് അത്ര ഇഷ്ടമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ നെഞ്ചരിച്ചലിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ പരിപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ, സാമ്പാറൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എന്താ പറയുക, മുകളിലേക്ക് ഇങ്ങനെ തേട്ടി വരികയെന്ന് പറയും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ മോന് പിന്നെ ചിക്കൻ വറുത്തതുണ്ട്. അവന് അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഞാൻ ഒരുമിച്ച് കഴിക്കുക കേട്ടോ. ഇതിപ്പോൾ മോന് ബാക്കി വെച്ച ചപ്പാത്തിയും ചിക്കനും ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ബാക്കി വെച്ചത് കഴിച്ച് ഞാനിപ്പോൾ 43 കിലോയിൽ ഇപ്പോൾ ഒരു 54-55 കിലോ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല കാര്യം. ഞാൻ ഭയങ്കര സ്ലിമ്മായിരുന്നു കേട്ടോ മുൻപ്. ഇപ്പോൾ എൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ വെയിറ്റ് കൂടിയത് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ വെയിറ്റ് ഗെയിൻ സ്റ്റോറി ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുമ്പ് ഞാൻ ചെയ്ത വീഡിയോസും കൂടി ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ പോവാറായിട്ടുണ്ട്. വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ബൈ.